സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നും നമ്മുടെ വട്ടിപ്പടവ് പ്ലാന്റിൽ നിന്ന് നായിക്കാപ്പ് പ്ലാന്റിലേക്കുള്ള ലോഡാണ്. അപ്പൊ ഇന്ന് അധികമല്ല, ഇന്ന് എന്തായാലും കുറച്ച് വണ്ടികളുണ്ട്. ഇന്നലെ പോയ അതേ വണ്ടികൾ ഇന്നും തന്നെ ഉണ്ട്. അപ്പൊ ഞാനിപ്പോ പ്ലാന്റിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെയൊക്കെ നമ്മുടെ വണ്ടി ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഇറ്റാച്ചി ദൂരെയായിട്ട് ലോഡ് ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് കാഴ്ചകൾ കാണിച്ചു തരാം. ഇത് അവിടെ ഒരു വണ്ടിയുണ്ട്. ഇപ്പൊ കണ്ടോ, വണ്ടി മൊത്തത്തിൽ ഇവിടെ വെയിറ്റിങ്ങിലാണ്. ഇവിടെ നമ്മുടെ മെറ്റീരിയൽസിൽ നിന്ന് പുകയൊക്കെ വരുന്ന കാണാം. ഇതൊക്കെ ഇന്നലെ ചൂടാക്കിയിട്ട് ടെസ്റ്റ് അടിച്ച മെറ്റീരിയൽസ് ആണ്. നമ്മുടെ പ്ലാന്റിൽ നിന്ന് ഇന്നലെ ചെക്ക് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുപോയി തട്ടുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചൂട് ഇതുവരെയായിട്ട് മാറിയില്ല. അപ്പോൾ ദൂരെയായിട്ട് നമ്മുടെ ഇറ്റാച്ചി ഓരോ വണ്ടികളായിട്ട് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 2 വണ്ടി അവിടെ വെച്ചിരുന്നു. ഇത് ഒരു വണ്ടി ലോഡായി. ഇനിയിപ്പോൾ അടുത്ത വണ്ടി വെക്കണം. ഇത് നമ്മുടെ വിഷ്ണു ആണ് കേട്ടോ അടുത്ത വണ്ടി വെക്കുന്നത്. ഇന്നലെ ഉച്ചക്ക് നമ്മുടെ പ്ലാന്റിൽ നിന്ന് ചൂടാക്കിയ മെറ്റീരിയൽസ് ആണിത്. ഇത് ഇപ്പോഴും പുക വരുന്നത് കണ്ടോ. ഇപ്പോഴും ഇതിൻ്റെ ഉള്ളിലത് ചൂട് മാറിയിട്ടില്ല കണ്ടോ. മൊത്തം മഴയൊക്കെ പെയ്തിട്ടും ഇപ്പോഴും ഇങ്ങനെ പുകയൊക്കെ ഇങ്ങനെ ഉയർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഒരു വണ്ടി ഇവിടെ ലോഡാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 വണ്ടികൾ അവിടെ നിന്ന് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ നമ്മുടെ പ്ലാന്റിന്റെ മെയിൻ്റനൻസ് വർക്കും ഇവിടുന്ന് ഇങ്ങനെ നടക്കുന്നുണ്ട്. സൈഡിലെ കവറൊക്കെ അയച്ച് ഇതിൻ്റെ ഉള്ളിലൊക്കെ കുറേ സാധനങ്ങൾ മാറ്റാനുണ്ട് കേട്ടോ. കാരണം നമ്മുടെ താറിൻ്റെ മിക്സ് ആകുന്ന സ്ഥലമാണ് കാണുന്നത്. അതിനുള്ളിലെ പ്ലേറ്റൊക്കെ താഞ്ഞു പോയിട്ടുണ്ടാവും. അതൊക്കെ ഇനി മാറ്റി റെഡിയാക്കണം. അപ്പോൾ നമ്മുടെ വണ്ടിക്കകത്തോട്ട് ഇറ്റാച്ച് വരുന്ന സാധനം ലോഡാക്കി ഇടുന്നുണ്ട്. ഇറ്റാച്ചിൻ്റെ ഒരു സൈഡ് മാത്രം നമുക്കിവിടെ നോക്കിയാൽ കാണാം. അതേപോലെ തന്നെ നമ്മുടെ സൈറ്റുകളിലെ പണ്ടത്തെ സൈൻ ബോർഡൊക്കെ നമ്മുടെ പ്ലാന്റിൽ ഇങ്ങനെ സേഫായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകാറാണ് പതിവ്. അപ്പോൾ ഈ കാണുന്ന നീല ബേരലൊക്കെ മൊത്തം നമ്മുടെ വണ്ടിയൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം നിറച്ച് വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ മഴക്കാറ് ചെറുതായിട്ട് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സെന്റിന്റെ വണ്ടി നമ്മുടെ തൊട്ടടുത്ത് ആയിട്ട് ലോഡിങ്ങിന് വെച്ചിട്ടുണ്ട്. നമ്മുടെ വണ്ടി ലോഡാക്കിയതിനു ശേഷം സെന്റിന്റെ വണ്ടി ലോഡാക്കും. അതുപോലെ ദൂരെയായിട്ട് നമ്മുടെ അനീഷാട്ടെ നിൽപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് നമ്മൾ ലോഡുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. മഴയൊക്കെ പെയ്ത് തോർന്ന ഒരു അന്തരീക്ഷമാണ്. അതുമാത്രമല്ല, രാവിലെ തന്നെ ചെറുതായിട്ട് സൂര്യനൊക്കെ അടിച്ചു വരുന്നുണ്ടായിരുന്നു. പക്ഷെങ്കിൽ വീണ്ടും പോയി. കണ്ടോ, മൊത്തം കാട് പിടിച്ച സ്ഥലങ്ങളാണ്. അപ്പൊ നമ്മള് മോർത്താനിൽ നിന്ന് നേരെ ഹൊസങ്കടിയിലേക്കുള്ള യാത്രയിലാണ്. അനീഷേട്ടന്റെ ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മള് നമ്മുടെ നായിക്കാപ്പ് പ്ലാന്റില് എത്തിയിട്ടുണ്ട്. ഇപ്പൊ മഴ പെയ്തു. ഇത്ര നേരം മഴയൊന്നുമില്ലായിരുന്നു. അപ്പൊ നമ്മുടെ ഓരോ വണ്ടികൾ ഇങ്ങനെ ലോഡ് തട്ടി പോകുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ടിലായിട്ട് ഒരു വണ്ടി കാണാം. സെന്റിന്റെ വണ്ടിയാണ്. സെന്റിന്റെ വണ്ടി ഇപ്പൊ ലോഡ് തട്ടി ഇറങ്ങുന്ന കാഴ്ചയാണത്. അപ്പൊ നമ്മൾ ഗേറ്റ് പാസിന് വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് ഗേറ്റ് പാസ് കിട്ടി. നമ്മൾ ലോഡ് തട്ടാൻ വേണ്ടി പോവാണ്.
സെന്റ് ഇതാ ലോഡും തട്ടിയിട്ട് ഇതുവഴി കടന്നു പോകുന്നുണ്ട്. അപ്പൊ നല്ല മഴ പെയ്ത് തുടങ്ങി. നമ്മുടെ ഗ്രേഡറൊക്കെ ഇതേ ഇവിടുന്ന് മെയിൻ്റനൻസിന്റെ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ സർവീസ് വണ്ടിയൊക്കെ ഇതേ ഇവിടെ വന്ന് കിടപ്പുണ്ട്. അപ്പൊ നമ്മുടെ മെഷീനറീസ് ഒക്കെ വർക്കില്ലാത്ത സമയങ്ങളിൽ മൊത്തം മെയിൻ്റനൻസ് പരിപാടിയൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ഇതാ നമ്മുടെ ഗ്രേഡറിന്റെ പരിപാടിയൊക്കെ ഇതേ നല്ല ഒരു താർപ്പായി ഷീറ്റൊക്കെ വിരിച്ച് നമ്മുടെ മെക്കാനിക്കുമാരൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ലോഡ് കെട്ടുകയാണ് കേട്ടോ. അതേപോലെ ഇന്ന് കോൺക്രീറ്റിന്റെ പണിയൊന്നും കാണുന്നില്ല. വണ്ടിയൊക്കെ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. ദൂരെയായിട്ട് നമ്മുടെ കോറി വണ്ടിയാണ്. അടുത്ത് ക്രഷറിൽ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. അപ്പൊ ഇപ്പൊ ക്രഷർ വർക്ക് ചെയ്യാത്തത് കൊണ്ട് ഇവിടെ നിർത്തിയിട്ടതാണ്. സുഹൃത്തുക്കളെ, മഴയൊക്കെ ചോർന്ന് റോഡൊക്കെ നല്ല കണ്ണാടി പോലെ വെട്ടി തിളങ്ങുന്നുണ്ട്. ഇനിയിപ്പൊ അടുത്ത മഴ എപ്പാന്നറിയില്ല. നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ റോഡ്. അപ്പൊ നമ്മളെന്തായാലും വരുന്ന വഴിക്ക് നല്ല 2 സബർ ജില്ലയൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇതൊക്കെ കട്ട് ചെയ്ത് സെറ്റ് ആക്കണം. അതുപോലെ തന്നെ നമ്മൾ അനീഷാട്ടത് ഇവിടുന്ന് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി എത്ര ലോഡ് എടുക്കും, എത്ര ലോഡ് എടുക്കണമെന്നില്ല. എന്തായാലും 4 ലോഡ് നമ്മൾ നിർബന്ധമായിട്ട് എടുക്കണം. അതിൽ കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ സമയം പോലെ. നമ്മളെന്തായാലും ഇപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണേ. നേരെ നായിക്കാപ്പ് പ്ലാനിൽ നിന്ന് നേരെ 10 ഏക്കറിലോട്ട് ഇങ്ങനെ, അല്ല 10 ഏക്കറല്ല അല്ലേ, വട്ടിപ്പട പ്ലാന്റിലോട്ട് ഇങ്ങനെ വെച്ച് പിടിക്കുകയാണ്. അപ്പൊ നമ്മള് 10 ഏക്കർ എന്ന് പറയുന്നത് നായിക്കാപ്പ് പ്ലാന്റ് ശരിക്കും ഒരു 10 ഏക്കർ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നതാണ്. അപ്പൊ ഞങ്ങളെല്ലാവരും അതിനെ 10 ഏക്കർ എന്നാണ് വിളിക്കാറ്. അപ്പൊ അങ്ങനെ പറഞ്ഞു ശീലായി പോയതാണ്. അങ്ങനെ നമ്മള് കുമ്പള ടൗണിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ മഴയൊക്കെ മാറി ചെറുതായിട്ട് വെയിലൊക്കെ അടിച്ചു തുടങ്ങി. മൊത്തം നിന്ന് തിളങ്ങുകയാണ് നമ്മുടെ കുമ്പള ടൗണ്. ബസ്സൊക്കെ ഇന്ന് 2-3 ഉണ്ട് കേട്ടോ. അപ്പൊ കുമ്പള ടൗണിൽ നിന്ന് തലപ്പാടിയിലോട്ട് പോകണമെങ്കിൽ നേരെ ഇതുവഴി പോയി നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിലുള്ള അണ്ടർ പാസേജ് വഴി കറങ്ങിയിട്ട് വേണം പോവാൻ. അപ്പൊ നമ്മൾ അതുവഴി ഇങ്ങനെ പോവാണ്. കാരണം നമ്മുടെ എല്ലാ റോഡും ഇപ്പോൾ സെൻട്രൽ ലൈന് എല്ലാ വർക്കും കഴിഞ്ഞ് വരുന്നുണ്ട്. അതുകൊണ്ട് സെൻട്രലിലൂടെ കട്ട് ചെയ്തൊന്നും പോകാൻ പറ്റില്ല, റോങ്ങൊന്നും കയറ്റി പോകാൻ പറ്റില്ല. നേരായ വഴിക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇതുവഴി ഇങ്ങനെ കറങ്ങി വേണം പോവാൻ. അങ്ങനെ നമ്മള് നമ്മുടെ പ്ലാന്റിലെത്തിയിട്ടുണ്ട്. നമ്മുടെ രജീതാട്ടന്റെ വണ്ടിയിൽ ഇപ്പൊ ലോഡ് കാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ലോഡ് കാറ്റി കഴിഞ്ഞു. അതുപോലെ നമ്മുടെ സെന്റിന്റെ വണ്ടി ഇവിടെ വെയിറ്റിങ്ങിലാണ്. അതിനുശേഷം വേണം നമ്മുടെ വണ്ടി ലോഡാക്കില്ല അനീഷേട്ടാ. അപ്പൊ നമ്മുടെ വണ്ടി ലോഡാക്കി തുടങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ള വണ്ടികൾ ഒന്നവിടെ കിടപ്പുണ്ട്. അപ്പൊ കാര്യമായിട്ടുള്ള ലോഡിംഗ് ആണ്. ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ റെഡിയാക്കാനുണ്ട്. ഇതേ വണ്ടിയുടെ കണക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ ഇവിടുന്ന് സൈൻ ചെയ്ത് വാങ്ങിക്കണം. അപ്പോൾ അതെ ഇന്നലെ തട്ടിയ മെറ്റീരിയൽസ് നിന്നും ഇപ്പോഴും പുക ഇങ്ങനെ ഉയർന്നു വന്നേ ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ താറിൻ്റെ മിക്സ് എത്രത്തോളം ചൂടാക്കും എന്നതിന് ഇതാണൊരു ഉദാഹരണം. നമ്മുടെ ബിബി ഇതുവഴി നടന്നു വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഇതിൻ്റെ ലോഡ് കയറ്റിയ പേപ്പറൊക്കെ ഒന്ന് സൈൻ ചെയ്ത് വരികയാണ്.
അപ്പോൾ സുഹൃത്തുക്കൾ, നമ്മളിത് ലോഡ് മാറ്റി ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ കാറിന് 100 കേട്ടോ സ്പീഡ്. അതുപോലെ തന്നെ ട്രക്കിനൊക്കെ 80 കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ വണ്ടി 60 മാത്രമേ പോകൂ. 60 ഇതിൻ്റെ മാക്സിമം സ്പീഡ്. ഇപ്പം മഴയും കാര്യങ്ങളൊന്നും ഇല്ല. ഞങ്ങളെങ്ങനെ പ്ലാന്റിൽ നിന്ന് ഇന്ന് ചായ ഒന്നും കുടിച്ചില്ല. അതിന് മതിലിത് നോക്കിയേ, കുറച്ച് ഉറുമാമ്പഴം അനാറ് വാങ്ങിയിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി അതൊക്കെ കഴിച്ചിങ്ങനെ പോവാണ്. നമ്മുടെ അനിച്ചേട്ടത് ഇവിടെ ഉണ്ട്. അപ്പം ചില സമയങ്ങളിൽ സാലറി ഒക്കെ കയറി കഴിഞ്ഞാൽ ഞങ്ങൾ ഇതുപോലത്തെ ഓരോ സാധനങ്ങൾ വാങ്ങും കേട്ടോ. അപ്പോൾ ഇപ്പം ഇന്നലെ സാലറി ഒക്കെ കയറി. അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പരിപാടിയാണ്. നല്ല ചുവന്ന് തുടുത്ത അനാറാണ് കേട്ടോ, അടിപൊളി അനാറ്. അപ്പം എന്തായാലും നമ്മൾ നേരെ വെച്ച് പിടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്ലാന്റിലെത്തി. നേരത്തെ 6 അല്ല 12 അല്ലേ, നേരത്തെ 12 ആയിരുന്നു കയറ്റിയത്. ഇപ്പോഴേ ഡസ്റ്റ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിലായിട്ട് ഇതേ സെൻറ്റിൻ്റെ വണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വണ്ടി ലോഡായിട്ട് വേണം സെൻറ്റിൻ്റെ വണ്ടി ലോഡാക്കാൻ. ഇപ്പോൾ നമ്മുടെ പ്ലാന്റിൽ മഴയൊന്നുമില്ല കേട്ടോ, എന്നാലും നല്ല രീതിയിലുള്ള മഴക്കാറാണ്. അപ്പോൾ നമ്മളിത് ഇറങ്ങിയിട്ടുണ്ട്. ഒസങ്കടി എത്തിയപ്പോൾ നല്ല ഇടിവെട്ട് മഴ പെയ്ത് തുടങ്ങി. അപ്പം ഇത്രയും നേരം ഒരു കുഴപ്പം മഴയൊന്നും, അമ്പോ ശക്തമായ മഴ അല്ലേ. മഴയുടെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാവും. നല്ല ഗ്ലാസ്സിലൊക്കെ വന്ന് അടിക്കുകയാണ്. നമ്മുടെ ഒസങ്കടി ഭാഗത്ത് നമ്മുടെ ഇറ്റാച്ചൊക്കെ ഇവിടുന്ന് കട്ട് ചെയ്യുന്നുണ്ട്. മഴത്തുള്ളി കൊണ്ട് ഒന്നും കാണുന്നില്ല. അപ്പൊ നമ്മൾ ഹൈവേയിലോട്ട് പ്രവേശിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് ഇവിടുത്തെ കാലാവസ്ഥയെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇപ്പൊ അയ്യോ, ഇതൊരു കുഞ്ഞനൊക്കെ ഇവിടുന്ന് ബൈക്കില് അവര് കോട്ടിടുകയാണ്. എല്ലാവരുടെ അവസ്ഥയാണ്. പെട്ടെന്നാണ് ഇവിടുത്തെ മഴ പെയ്യുന്നത്. ഒരു സ്വിച്ച് ഇട്ട പോലെയാണ് മഴ പെയ്യുന്നത്. ടീം അതേപോലെ തന്നെ നിൽക്കുകയും ചെയ്യില്ല മഴ. പക്ഷെ പെയ്യുന്ന മഴയാവട്ടെ നല്ല കനത്തിലാണ് പെയ്യുകയും ചെയ്യുന്നത്. ഇപ്പൊ കണ്ടോ, ഇപ്പം തന്നെ നോക്കി, ഏതാ മഴ. ഇത്ര നേരവും വെയിലൊന്നുമില്ല, എന്നാൽ പോലും റോഡൊക്കെ നല്ല ഡ്രൈ ആയിട്ട് കിടക്കുകയായിരുന്നു. ഇപ്പൊ നല്ല ഇടിവെട്ട് മഴ ഇങ്ങനെ നല്ല പിടുത്തം വിട്ടങ്ങ് പെയ്യാണ്. ദൂരെ ഒന്നും കാണുന്നില്ല, ഒരു കോട മഞ്ഞിറങ്ങിയ മാതിരി ഉണ്ട്. എൻ്റെ ദൂരെ ഒരു പുക മാത്രമേ കാണുന്നുള്ളൂ, ഒരു പുക പോലെ. തൊട്ടടുത്തുള്ള കാഴ്ചകൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. മഴ വന്ന് ഗ്ലാസ്സിൽ ഇങ്ങനെ അടിക്കുന്ന സൗണ്ടാണ്, ചെറപറാന്ന് പറഞ്ഞു. അതുപോലെ നമ്മുടെ ഉപ്പള പുഴ കണ്ടോ, മൊത്തം കലങ്ങിയിട്ടാണുള്ളത്. ഇടിവെട്ട് മഴയാണ്. നമ്മളിത് 4 ഇൻഡിക്കേറ്റർ ഇട്ടിട്ടാണ് പോകുന്നത്. കാരണം ക്യാമറയിൽ മഴയുടെ തീവ്രത അത്ര വ്യക്തമായിട്ട് കിട്ടുന്നില്ല. അങ്ങനെ നമ്മൾ സൈഡിലെത്തി. നേരത്തെ 12 ആയിരുന്നു എടുത്തത്. ഇപ്പം ഇതാ ഡസ്റ്റ് എടുത്ത് ഇവിടെ തട്ടുകയാണ്. ഇപ്പം നമ്മുടെ പ്ലാന്റും പരിസരമൊക്കെ ഇതേ, എല്ലാ പ്ലാന്റും മഴക്കാലമായത് കൊണ്ട് തന്നെ കാര്യമായ വർക്കൊന്നുമില്ലാതെ ഇങ്ങനെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുകയാണ്. ദൂരെയായിട്ട് നമ്മുടെ റെഡി മിക്സ് പ്ലാന്റുകളിൽ വർക്ക് നടക്കുന്നുണ്ട്. JCB അതാ മെറ്റീരിയൽസ് ഇങ്ങനെ ലോഡാക്കി ഇടുന്നുണ്ട്. അതേപോലെ നമ്മുടെ സർവീസ് വണ്ടി കേട്ടോ അവിടെ ഉണ്ട്. അവിടെ നമ്മുടെ ഗ്രേഡറിൻ്റെ മെയിൻ്റനൻസ് വർക്ക് നടക്കുകയാണ്. അതിൻ്റെ കുറച്ച് എന്തോ എൻജിൻ്റെ പരമായിട്ടുള്ള എന്തെല്ലോ വർക്ക് എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ലോഡ് തട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഇതാ ഗ്രേഡറിൻ്റെ പരിപാടികൾ നടക്കുന്നുണ്ട്. മൊത്തം തീയൊക്കെ കത്തിയുള്ള പരിപാടിയാണ്. അപ്പോഴേക്കും മഴ പെയ്തു. ഫ്ലൈ വീല് ചൂടാക്കിയിട്ട് കാറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്ലൈ വീല് എൻജിനിലോട്ട് സെറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ചൂടാക്കി ഇരുമ്പിനെ വികസിപ്പിച്ചിട്ട് അങ്ങനെ എന്തൊക്കെയാണ്. അപ്പോൾ നമ്മുടെ റെഡി മിക്സ് വണ്ടിയൊക്കെ ഇതേ ലോഡൊക്കെ തട്ടി സൈറ്റിൽ നിന്ന് വരുന്നുണ്ട്.
ഇവിടെ മഴ സ്വിച്ച് ഇട്ട പോലെയാണ് കേട്ടോ ഇത്. എല്ലാ സമയപ്പോഴും പെട്ടെന്നൊരു മഴയായിരിക്കും. ഇത്ര നേരം ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ ഇതാ ടീം എന്നും പറഞ്ഞ മഴ പെയ്തു. നല്ല കട്ടക്കുള്ള മഴ. ഇനി നമുക്കിതാ ഇവിടുന്ന് ബില്ലൊക്കെ വാങ്ങണം. ഇതിലൊക്കെ സൈൻ ചെയ്യണം. നമ്മുടെ ഗേറ്റ് പാസിൽ സൈൻ ചെയ്യണം, ഇതിൽ സൈൻ ചെയ്യണം, അവിടെ കണക്ക് കൊടുക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോകാൻ. ഈ കാണുന്ന ബേ ബ്രിഡ്ജാണ് കേട്ടോ. ഇവിടുത്തെ വെയിറ്റും കാര്യങ്ങളൊക്കെ തന്നെ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ വരുന്ന സിമെന്റിന്റെ വണ്ടിയും അതുപോലെ തന്നെ സ്റ്റീലൊക്കെ ഇവിടെ നിന്നാണ് വെയിറ്റ് എടുക്കാറ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് GSB കാരണം കേട്ടോ. GSB ആറ്റിയിട്ട് നമ്മുടെ ഹനുമാൻ കോവിലിന്റെ അടുത്തായിട്ട് തട്ടണം, ആരിക്കാടി. അപ്പോൾ നമ്മുടെ ഒരു വണ്ടിക്ക് ഇവിടുന്ന് ഇപ്പോൾ GSB ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഏതാണ്ട് ടോറസിന്റെ അത്രയും വലുപ്പമുണ്ട് കേട്ടോ നമ്മുടെ ഈ കേറ്റിന്റെ മെഷീന്. അതിലും വലുപ്പമുണ്ടെന്ന് തോന്നുന്നില്ലേ ചേട്ടാ? അതിലും വലുപ്പമുണ്ട് കേട്ടോ. നമ്മുടെ ലോറിയേക്കാളും വലിയ വണ്ടിയാണ്. അതിന്റെ ടയർ എന്ന് പറയുന്ന ഒരു രക്ഷയില്ലാത്ത ടയറാണ്. സൈസ് സാധനം. കാരണം നമ്മുടെ ലോറിയുടെ ടയറും ആ വണ്ടിയുടെ ടയറും ഒന്ന് നോക്കിയാൽ കറക്റ്റ് മനസ്സിലാവും ഇതിന്റെ വലിപ്പം എത്രയാന്നുള്ളത്. പക്ഷേങ്കിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ വളരെ സിമ്പിളാണ് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലത്തെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ GSB ഒക്കെ തട്ടിതേ വീണ്ടും നമ്മുടെ സ്റ്റോക്കിലെത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടിയിലോട്ട് ഇറ്റാച്ച് തലങ്ങനെയും വിലങ്ങനെയും വാരിയിട്ട് കൊണ്ടിരിക്കുകയാണ്. നനഞ്ഞതായത് കൊണ്ട് തന്നെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇപ്പം ഈ ഡസ്റ്റിന് നല്ലോണം നനഞ്ഞ് സെറ്റായ കൊണ്ട് ഇത് എംസാൻഡ് അല്ല, ഇത് നമ്മളെ താറിങ്ങിന് ഉപയോഗിക്കുന്ന ഡസ്റ്റാണ്. അപ്പോൾ കണ്ടാലൊരു എംസാൻഡ് പോലെ ഇരിക്കുമെങ്കിലും ഇത് വെറും പൊടിയാണ് കേട്ടോ. ഇപ്പോൾ വേറെ വണ്ടികളൊന്നുമില്ല. നമ്മുടെ വണ്ടിയാണ് ഇപ്പോൾ ലാസ്റ്റ് വണ്ടി. ബാക്കി എല്ലാ വണ്ടിയും ലോഡ് ചെയ്ത് പോയിട്ടുണ്ട്. ഇപ്പം അങ്ങനെ സുഹൃത്തുക്കളെ കുമ്പളെത്തിയപ്പോൾ നല്ല ഇടിവെട്ട് മഴ. അങ്ങനെ നമ്മുടെ അവസാന ലോഡും തട്ടിക്കഴിഞ്ഞു. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഇനിയിപ്പോൾ ബില്ലൊക്കെ വാങ്ങി നേരെ റൂമിലോട്ട് പോകണം കേട്ടോ. ആകാശം ഇപ്പോഴും നല്ല രീതിയിൽ മഴക്ക് സെറ്റായി നിൽക്കുകയാണ്.